ജോക്കി ആ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ വട്ടം വന്നപ്പം ചേട്ടനെ ജോക്കിയെ ഇവിടെ കൊണ്ടുവരാനെല്ലാം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വെറുതെ അവിടെ അമ്മായിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ട് വെറുതെ വിളിച്ച് പ്രഷറാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങളൊന്നും അറിയിക്കാൻ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആൾക്കാര് നമ്മുടെ ഇത് വിട്ട് വെളിയിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഒരു 10-14 പേരോളം വരും ചേട്ടാ. ഓരോരുത്തരുടെ പേര് പറയാൻ എന്തായാലും എനിക്ക് മടിയുണ്ട്. വഴിയ എന്നെങ്കിലും തിരിച്ചു വരുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് ഇപ്പം തൽക്കാലം അവര് തിരിച്ചു വരുന്നില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഇവിടെ എനിക്കിത് ഇവിടെ നമുക്കിത് ഇവിടെ ഇതാക്കാൻ പറ്റില്ലല്ലോ. അതെ, ചന്ദ്രനെയൊക്കെ പോലത്തെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് അവരെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മള് പണ്ടത്തെ പോലെ ഉഴപ്പിയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഒരിക്കലും നടക്കത്തില്ല. ഇനി എന്തെന്ന് പറയോ, സത്യം പറഞ്ഞ ഈ ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ അമ്മായിയുടെ കാര്യം നോക്കി ഇരുന്നിരുന്ന് മടുത്ത് എനിക്ക് ഇനി അങ്ങോട്ട് ഫുള്ള് സംസാരിക്കണോ ഒരു മിനിറ്റ്. പണ്ടത്തെ പോലെ നമുക്ക് ഒരു ഇതില്ലേ, അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകും. അപ്പം ഒരു കാര്യം, പണ്ട് ഞാനും ഇരുന്നത് പോലെ നമ്മൾ ഇന്ന് തൊട്ടങ്ങ് ഇരിക്കണം. ഒരു പ്രശ്നം അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒക്കെ ഇവിടെ ഒരാളൂടെ വേണം എനിക്ക്. അതാരാ? അതുണ്ടാവൂലേ, ജോക്കി ഉണ്ടാവൂലേ? അതാരാന്നോ? സോറി, ഞാൻ ഉണ്ടാവും. ഓട്ടോറിക്ഷയൊക്കെ വരുന്നു. അപ്പൊ ഇതൊക്കെ ആരാണ്? ഓട്ടം വല്ലതും ഉണ്ടോന്നാ? കാർ ഫ്രണ്ടിൽ കിടക്കുമ്പോ നമ്മൾ ഓട്ടം നോക്കിക്കോ. എന്തൊരു തോട്ടാറുണ്ട്. സോറി, ജോക്കി നമ്മള് KV ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ പോയവരൊക്കെ നമ്മള് പഴയതുപോലെ എല്ലാം റെഡിയാവും, എല്ലാം ഓക്കെ ആവും. അതാണ് എല്ലാം ശരിയാവുന്നാണല്ലോ നമ്മുടെ ഹോപ്പ്. എല്ലാം ശരിയാവും, എല്ലാം പോയവരെല്ലാം തിരിച്ചു വരും, എല്ലാം ശരിയാവും. തിരിച്ചു വരുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും നമ്മൾ തളരാതെ നമ്മളിങ്ങനെ കെട്ടി പോകും, റീബിൽഡ് ചെയ്യും. പാസ്വേഡിന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അതിനകത്ത് വേറൊരു കാര്യമില്ല, വേറൊരു സംസാരമില്ല. അപ്പം ഫുൾ പവർ ആണ്. അമ്മായിയുടെ കാര്യമൊക്കെ ഇനി അമ്മായി നോക്കട്ടെ. അമ്മായിക്ക് ടിൻഡർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മായി അറിയുന്ന ആരെങ്കിലും കണ്ടുപിടിക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ ജോഗി, പണ്ടത്തെ പോലെ കർക്കശ സ്വഭാവം ഒന്നും വേണ്ട ജോഗി. ഇവിടെ നമുക്ക് വേറൊരു മനുഷ്യനായിട്ട് ആരുടെയും കർക്കശ സ്വഭാവം കാണിച്ചോ? അല്ല, അങ്ങനല്ല. ഈ ഇവന്മാർക്കൊക്കെ പെണ്ണുങ്ങളുടെ ഒക്കെ കൂടെ നടക്കുന്ന സമയത്ത് ഒരു റിലാക്സേഷൻ ടൈമിലൊക്കെ അവന്മാരൊക്കെ അങ്ങനെ നടന്നോട്ടെ. അത് വേണോ? എനിക്ക് പെണ്ണില്ല ജോക്കി, എന്നെ മാത്രം സമ്മതിക്കുമോ? വേട്ടാവളെ, ആ പെണ്ണ് വന്നാ ജീവിതം തീർന്നു. അതിന്റെ മനസ്സിലായോ ജോക്കി? നീ ഇപ്പോഴും ഈ നൂറ്റാണ്ട് ജീവിക്കുന്നേ ഉള്ളൂ. എന്നെ മാത്രം സമ്മതിക്കുമോ? എന്നെ മാത്രം അത് പറ്റൂല. ആണോ? ബാക്കി ഗാങ്ങിലുള്ളവന്മാർക്ക് പറ്റത്തില്ല. എന്താ ഗാങ്ങിലുള്ളവന്മാർക്ക് പറ്റത്തില്ല. ചന്ദ്രൻ ഉണ്ടോടാ പെണ്ണ്? ഇല്ല. ഉണ്ട്. ഇല്ല, വണ്ടിയില്ലാത്തവനോട് പെണ്ണ് കിട്ടാൻ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പം വാസുവിന് മാത്രം ഇപ്പൊ വേണോന്ന് പറഞ്ഞാ അത് കുറച്ച് പ്രശ്നമാണ്. ചന്ദ്രന്റെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞതാ ജോക്കി. ഒരുമാതിരി തമാശ പറയല്ലേ. നമ്മള് എന്താ പറയാ, അണ്ണു ഇപ്പഴത്തെ വന്ന് കയറിയല്ലുള്ളൂ. അണ്ണു നമുക്ക് കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അണ്ണുവിനെ മനസ്സിലാക്കാം. വാസു, ഇപ്പൊ നമുക്ക് തൽക്കാലം വേറെ പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാം. മനസ്സിലായോ? ഒറ്റയടിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളോട് ഞാൻ ജോക്കിയുടെ തലേ വെച്ചായിരുന്നില്ല ജോക്കി. എനിക്ക് കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.
ഓ അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല. ആരാ ഇതിപ്പോ എടുത്തിട്ട? ഞാനാണോ എടുത്തിട്ട് പെണ്ണിന്റെ കാര്യം? എനിക്ക് ഇതിനോടൊന്നും സംസാരിക്കാനും ഉത്തരം പറയാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എനിക്ക് ഗ്യാങ് പരമായി പല കാര്യങ്ങളും മുൻപോട്ട് നീക്കാനുള്ള പല പ്രവർത്തികളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഞാനാണിത്. ഒരു മിനിറ്റ് വാസു, ഒരു മിനിറ്റ്. ചന്ദ്രൻ ഇങ്ങോട്ടൊന്നും ഒരു മിനിറ്റ്. ഇവന് തലക്കാരിലും അടിവെല്ലാം കൊടുത്തറ ഞാൻ പോയ ഗ്യാപ്പിൽ. അന്ന് വരുമ്പോഴാണ് കുറച്ച് ചിലപ്പോ ഗംഗയാവും, ചിലപ്പോ നീലകണ്ഠനാവും, ചിലപ്പോ മറ്റേ ഇതാവും. ഇതെന്താണിത്? നമ്മുടെ അടുത്തൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഇവനല്ലേ പെണ്ണിന്റെ കാര്യം പറഞ്ഞേ, പിന്നെ ഇപ്പൊ വേറെ കാര്യം പറയുന്നത്? അല്ല ഇവനല്ലേ നേരത്തെ പെണ്ണിന്റെ കാര്യം എടുത്തിട്ടേ? മനോ നല്ല ചെറിയ ചെറിയ രീതിക്കല്ല, നല്ല രീതിക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ അവന്? ഇടക്കിടക്ക് കൊഞ്ചുന്ന എന്തിരി ആദ്യമായിട്ട് ചോദിക്കുക എനിക്ക് പെണ്ണ് വേണം കോക്കി, അതെന്തോ സാധനം? തമാശ. അത് ഓരോരോ മെറ്റയാണ്, മാറി മാറി വരും ഇങ്ങനെ. അല്ലാതെ തലക്കുന്നോട്ട് ആരും അടിച്ചിട്ടൊന്നുമല്ലല്ലോ ചെറുക്കന്റെ. നമ്മള് സമ്മതിക്കുവായിരുന്നു തലക്കടിക്കാൻ. നമ്മള് തറയെ വെച്ച ഉറുമ്പരിക്കും തലയെ വെച്ച പേരടിക്കാറെല്ലാം കൊണ്ട് നടക്കണേ. കുഴപ്പമില്ല, പിന്നെ കുഴപ്പമില്ല, ഒരു സീനും ഇല്ല. പിന്നെ കുഴപ്പമില്ല, അത് സീനില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ വാസുട്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം. അതാണ് കണ്ട വീട്ടിൽ പറ. മാറി അന്യനായി. എനിക്ക് വിഷമമായിരുന്നു. എന്തിനാണ് അറിഞ്ഞൂടാ. വാത്സല്യം കിട്ടാത്തതാണോ? ഏത് വത്സല? വത്സനൊന്നും അല്ല, വിഷമം. വത്സം കിട്ടാത്തോണ്ടാണെങ്കിൽ ചന്ദ്രൻ നിന്നെ സഹായിക്കും. പക്ഷെ വേറൊന്നിനും എനിക്ക് അറിയത്തില്ല. ബാക്കി പറ. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇങ്ങനെ നിന്ന് സമയം കളഞ്ഞാൽ എങ്ങനെയാ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? ഇനിയിപ്പോ ബാക്കി കാര്യങ്ങൾ നോക്കണം. 2-3 വള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ സോൾവ് ചെയ്യണം. കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ജോക്കി. ഞാൻ ഈ റിംഗ് ലൈറ്റും കത്തിച്ചിരിക്കുന്ന ഡ്രസ്സ് പോയിട്ട് എന്നെ ഏതെങ്കിലും മുക്കിന് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ വന്ന് വെടി വെച്ച് ഇറക്കിക്കൊണ്ട് വരാൻ ആരെങ്കിലും ഉണ്ടോ? ജോക്കി അതൊക്കെ എന്റെ നെഞ്ചത്ത് തുള വീഴണം, എന്നാലേ നിങ്ങളെ പൊക്കത്തുള്ള ഈ സിറ്റി ചെയ്യുന്നു. മനസ്സിലായോ? ഞാനൊക്കെ ചത്ത് വീഴണം. അങ്ങനാണെങ്കിൽ നമുക്ക് വള്ളിയൊക്കെ എടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാം, എന്നെ വല്ല ഗാങ്ങിൽ നിന്നും കക്കൂസ് കഴിക്കാനെങ്ങനെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അന്നത്തോടെ ഞാൻ ഈ സിറ്റി വിടും. മനസ്സിലായോ ജോക്കി? ഞാനൊരു കാര്യം പറയട്ടെ. ഈ ചന്ദ്രനൊക്കെ നിരന്ന് നിന്ന് കക്കൂസ് കഴിയതിനു ശേഷമേ ജോക്കിയായിട്ട് കഴിപ്പിക്കുള്ളൂ. എന്നാലും എന്നെ കഴിപ്പിക്കണം. ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരൂല്ല. മനസ്സിലായോ? ഇന്നേ വരെ എന്റെ ഈ കൈകൾ ഒരു കക്കൂസ് കഴിവ് ഉപയോഗിച്ചിട്ടില്ല, അറിയാവോ? ആ ഭാഗ്യം എനിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊക്കെ പറയുന്നേ? നമ്മള് കുറച്ച് ഇതാരാണ് ഈ കമ്പിയൊക്കെ ഉരുട്ടി നമ്മള് കുറച്ച് എനർജറ്റിക് ആയിട്ട് നിക്കണം വാസൂട്ടൻ. ചാടി എനർജിക്ക് ഒരു കുറവും ഇല്ല. എനിക്ക് ഒരു കുറവും ഇല്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഈ സിറ്റിയില് പുതുമേറുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ഈ ട്രക്ക് പോകുന്നത് പുതുമേറുന്ന കുറെ തലക്കകത്ത് ഓളമുള്ളമാരല്ല വണ്ടി ഓട്ടിക്കുന്നത്. അതൊക്കെ ഗ്രൈൻഡിങ് ആണ്. അതൊക്കെ ജോക്കി പണ്ട് പുതുമ, ഇവിടുത്തെ മെയിൻ പുതുമ എന്താന്ന് പറഞ്ഞുതരാം. പണ്ടൊക്കെ സിറ്റിയിൽ എവിടെ നോക്കിയാലും ആണുങ്ങളായിരുന്നു. ഇപ്പൊ എങ്ങനെയല്ല, സിറ്റിയിൽ ഓട്ടോ ഓടിക്കണതും തൊട്ട് മാലു ആയിരുന്നത് വരെ പെണ്ണുങ്ങളാ. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ പുതുമ എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നാമത്തെ പുതുമ. പെണ്ണധികാരം വന്നു. രണ്ടാമത്തെ പുതുമ എന്ത്? പെണ്ണധികാരമല്ല, പെണ്ണുങ്ങളുടെ പ്രസൻസ് വന്നു. പ്രസൻസ് വന്നു. പിന്നത്തെ രണ്ടാമത്തെ കാര്യം ജോക്കി, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചന്ദ്ര പറ. ചന്ദ്ര ഇനി അപ്പിയിട്ടിട്ട് കഴിയില്ല എന്ന് പറഞ്ഞത് ഈ കൊടുത്തിട്ട് ഇപ്പൊ കഴിവാൻ പോയാ? എവിടെ പോയ ചന്ദ്രൂട്ടൻ? ഇവന്റെ ഷർട്ടും പാന്റും ഷൂസും ഒക്കെ കണ്ടാ ഇവൻ വലിയ അണ്ടിയാണെന്നാണ് വിചാരം. ഞാൻ തന്നെ പറയാം ജോക്കി. പണ്ട് ജോക്കി പോയ സമയത്ത് സംസാരിക്കാൻ നാട്ടില് പോണ ഏപ്പരാച്ചിയെയും
വഴി കാണുന്ന ഏപ്പരാച്ചിയോടും അണ്ടനോടും മടകോടനോടും എല്ലാം സംസാരിക്കായിരുന്നു. ഇന്ന് അങ്ങനല്ല ജോക്കി. ജോക്കി ഈ തോർത്തും കഴുത്തേല് വെള്ളക്കോണാനും ചുമന്ന കോണാനും ഒക്കെ ഇട്ട് ഏതെങ്കിലും ഒരുത്തന്റെ അടുത്ത് പോയി സംസാരിച്ചാൽ അവൻ നേരെ കൊണ്ടുപോകും കക്കൂസ് കഴിപ്പിക്കാൻ. എന്നെ ഒരുത്തിനകത്ത് കക്കൂസ് കഴിപ്പിക്കാൻ കൊണ്ടുപോയാ ഞാൻ അന്ന് ഈ പരിപാടി നിർത്തും. എന്റെ പൊന്നു ജോക്കി, അത് ഇവിടുത്തെ സത്യാവസ്ഥയാണ്. മനസ്സിലാക്കണം. അപ്പൊ നമ്മള് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാരുടെ അടുത്ത് കുറച്ച് മെതുവായിട്ടും ഇതൊക്കെ ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. പണ്ട് അങ്ങനെയല്ല. വല്ലവരുടെ കയറി ചൂടാവുന്നേ എനിക്കൊന്ന് ഭ്രാന്ത് തോന്നും. അതെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് നേരെ കൊച്ചു പിള്ളേരൊക്കെയാണ് കൈയും കാലും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അല്ല അണ്ണുവിന്റെ നമുക്കറിയാലോ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നതല്ല, മനസ്സിലായില്ലേ? ഈ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് ബംഗാളി ആയിട്ട് മലയാളം പഠിച്ച് മലയാള അധ്യാപകനായിട്ട് സ്കൂളിൽ കയറാൻ പോകുന്ന നമ്മുടെ ബാബു എവിടെ? ബാബു ഇതായി കല്ലുറക്കാൻ പോയിക്കണ. ഇന്ന് തിങ്കളാഴ്ച അല്ലേ മലയാള അധ്യാപകൻ? അവനാ സ്കൂളിൽ മലയാള അധ്യാപകന്. ഇതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ജോക്കി. എനിക്ക് ഇതിനോടൊന്നും യോജിച്ചു പോകാൻ ഒരിക്കലും പറ്റത്തില്ല. ഞാനവനൊരു അടിയായതാണ്, പിന്നെ ഒരു ധാരണ നിൽക്കുവാണ് ഇപ്പം. ഞാൻ എന്നെ പിന്നെ പി ടി ഞാൻ പി ടി ആണ്. ഞാൻ ഒരു കാര്യം പറയാം. അവിടെ പഠിപ്പീര് തുടങ്ങിയ വെളിയിൽ ആളെ വെച്ചിട്ട് ഞാൻ വെളിയിൽ നിന്ന് തീട്ടം വാരി മറ്റേ ഇതിനകത്തോട്ട് എറിഞ്ഞ് പൊത്തി പാടേക്ക് ആളെ വെച്ച്. ഞാനൊന്ന് ഉൾക്കടിക്കാൻ അണ്ണന്റെ പടമല്ല അതിനകത്ത് വേണം. ഇല്ല, എന്റെ ആര് ഉദ്ഘാടനത്തിന് പോയാലും ആ പരിപാടി ഞാൻ കുളവാക്കും. ആര് ഉദ്ഘാടനത്തിന് പോയാലും പോയില്ല, അണ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ താല്പര്യം. അപ്പൊ ഇല്ല അങ്ങനെയല്ല. എനിക്ക് അങ്ങനെയല്ല. അല്ലെങ്കിൽ അവളോട് എന്നോട് വന്ന് സംസാരിക്കാൻ പറയണം. അവൾ എന്റെ അടുത്ത് ഇതുവരെ ഒന്നും വന്ന് സംസാരിച്ചിട്ടില്ല, ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ എത്ര വട്ടം ഞാൻ ലാസ്റ്റ് ഞാൻ കുറച്ചു നാൾക്ക് മുമ്പ് കേക്കണം, ഇതെല്ലാം പബ്ലിക്കലി പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയുക. ഞാൻ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാ ഹായ് സ്വീറ്റി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പൊ അവള് പറ ബേബി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടങ്ങും. ഒരു ദിവസം അങ്ങനെ തുടങ്ങി. ഞാൻ സംസാരിക്കുമ്പോ വീഡിയോ കോൾ ചെയ്യും. ഞാൻ ഫോണിൽ കൂടെ വാരി കൊടുക്കുമായിരുന്നു ദോശയൊക്കെ. വാരി കൊടുക്കുമായിരുന്നു. എന്തൊക്കെയാ പറയണേ? അല്ല, ഞാൻ അങ്ങനാണ് കേട്ടെ. രാവിലെ സ്വീറ്റിന്ന് വിളിക്കും, ബേബിന്ന് വിളിക്കും, പിന്നെ വീഡിയോ കോൾ ചെയ്ത് വായി കൊടുക്കുന്നതാണ് ഞാൻ കേട്ടത്. അയ്യോ എന്നിട്ട് ബാക്കി പറ. ഞാൻ വാരി കൊടുക്കുക ചെയ്യുമായിരുന്നു ഫോണിൽ കൂടെ. എന്നിട്ട് എല്ലാം ഞാൻ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എനിക്കത്. മനസ്സിലായ? ഞാൻ അങ്ങനെ കൊണ്ടുപോക്കും. റിഹേഴ്സൽ അല്ലടാ കുണ്ണേ, റിലേഷൻഷിപ്പ്. അയ്യോ അല്ല ജോക്കി, എന്റെ ലവറായിരുന്നു ഞാൻ. ഇതൊക്കെ എനിക്ക് തുറന്നു പറയണം. വാസൂട്ടൻ നമ്മുടെ ഗാങ്ങിന്റെ മറ്റേ ഇത് എന്തുവായിരുന്നു, മറ്റേ രൂപകൽപ്പന പാടിയിട്ടുണ്ടായിരുന്നു. നാമം ഒന്നും നമുക്ക് പെണ്ണില്ല. അല്ല അണ്ണു ഇത്ര നാളിവിടെ ഇല്ലായിരുന്നല്ല. നമ്മള് വിചാരിച്ച അണ്ണു മരിച്ചു പോയെന്നാ വിചാരിച്ചേ, സത്യം പറഞ്ഞ. അല്ല ഉള്ളല്ലോ പറയണല്ലോ അല്ലേ അണ്ണ വാസണ്ണ? എനിക്ക് അങ്ങനെ ഒരു തോട്ടില്ലായിരുന്നു. ചന്ദ്രനുണ്ടായിരുന്നത്. ചന്ദ്രൻ മാത്രമാണ് അങ്ങനെ പെണ്ണ് കെട്ടിയത് കൊച്ചുവരായത്. നിനക്ക് മറ്റേ വേട്ടാവളയും ചെറുക്കം പുറകെ വിളിച്ചിട്ട് എന്താന്ന് പറഞ്ഞു നടക്കുന്നേ. നമുക്കറിയത്തില്ലല്ലോ ദത്തപുത്രനാണോ ഒരു സ്വന്തം പുത്രനാണോ. പിന്നെ നിനക്ക് അണ്ടിയില്ലാത്തോണ്ട് ദത്തപുത്രനായിരിക്കും, അറിയാം. ഞാൻ പറയണ എന്റെ കഥ കേക്ക് നിങ്ങളാരും. എന്റെ കഥ എടാ കീരി, ഞാൻ വല്ല വിളിച്ച് പറയുവേ. ഞാൻ കലിപ്പിലിരിക്കണേ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ജോക്കി. അപ്പൊ ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളാണ് ജോക്കി. ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും
ഞാൻ ഇത് ആരാടാ ഇത്? അപ്പെക്സ് പെയിന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ വല്ലതാണോ? എന്തോരം പെയിന്റ് മുഖത്ത്? എടാ ഇതൊക്കെ ഞാൻ മാറ്റിയില്ലേ. ആ അങ്ങനെ അങ്ങനെ വേട്ടവളിയൻ എന്തേലും ചെയ്യും. എന്റെ ശവത്തെ കൂടി കയറ്റിയാണ് വണ്ടി എടുക്കത്തുള്ളൂ. എന്റെ ശവത്തെ കൂടി കയറ്റി അലമ്പാടടാ ഇറങ്ങി വന്ന് പറയടാ. നമ്മള് കേക്കുന്നുണ്ടാ അണ്ണുമാണ് ഒന്നും പറഞ്ഞിട്ട് കേക്കാത്ത. ഫോക്കസ് മാറ്റരുത്. കൗണ്ടർ ചെയ്യണേ. ആരും ഒന്നും ഉണ്ടല്ലോ പ്ലീസ്. ആ ഒരു സ്റ്റോറി എന്നിട്ട് ജോക്കി, ഇത് ഞാൻ പുറത്ത് ആരോടും പറയാത്തൊരു വലിയ രഹസ്യമാണ്. ഇത് നമ്മൾ 3 പേരിൽ നിക്കണം. 4 5 നിനക്ക് ഓൾറെഡി അറിയാലോ. അപ്പൊ നിന്നെ എന്തിനാ കൂട്ടുന്നേ? 4. പക്ഷെ ഇപ്പൊ പറയുമ്പോ ഞാനും പറയൂലേ ജോക്കി. ഓ ഇപ്പൊ നീ പറയുമ്പോ നീ വീണ്ടും കേക്കും. ആ ശരിയാ. മണ്ടനാണ്. ബുദ്ധി വെച്ച് ആലോചിച്ച് ജോക്കി, ഇങ്ങനത്തെ ബുദ്ധിയില്ല. ഗ്യാങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ബുദ്ധി ചിന്തിക്കുക, എന്നാലും നമുക്ക് ഇനി ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി. പറ കേക്കട്ടെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ നിന്ന സമയത്ത്, പക്ഷെ ഇത് പുറത്ത് പറയാൻ അവളറിയുകയും ചെയ്യരുതേ. എന്റെ പൊന്നേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഈ റിലേഷൻഷിപ്പ് അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ എൻ്റെ ഞാൻ കുറച്ച് പൈസ ഒക്കെ കൊടുക്കുമായിരുന്നു എലിക്ക്. അപ്പൊ ഞാൻ ഇത് വെച്ചോ എലി എന്ന് പറഞ്ഞ് ഇടയ്ക്കൊക്കെ ഒരു 2 CR 3 CR ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോ ഇതെല്ലാം അവളിങ്ങനെ സൂക്ഷിച്ചു വെച്ച് കേൾക്കുന്നുണ്ട്. ഞാൻ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാനിതൊരു സേവിങ്സ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യും, നമ്മുടെ പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ആയിരിക്കും എന്നുള്ളൊരു രീതിയിൽ കീപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇത് മാറ്റി വെക്കുവാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ഇടയ്ക്ക് വെച്ച് ജോക്കി കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ അണ്ടി ഫാക്ടറിയിലേക്ക് പുതിയ മെഷീനറി മേടിക്കാൻ തായ്ലൻഡ് വരെ പോയി. അപ്പൊ നമ്മള് വേറെ ആരോട്ടോ ചോദിച്ചേ ജോക്കി അവിടെ ചെടി നനയ്ക്കാൻ വേണ്ടി മൂലത്തിൽ പോയി ബാക്കി പറ. അപ്പോ ഞാൻ മെഷീനറി മേടിക്കാൻ ഞാൻ തായ്ലൻഡിൽ പോയതാ. എന്റെ പ്ലാൻ അനുസരിച്ച് ജോക്കി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മെഷീനറി വാങ്ങിച്ച് തിരിച്ചു വരണം എന്നായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ബാക്കി കാര്യങ്ങളെ പറ്റി അറിഞ്ഞത്. ജോക്കി, നമ്മളൊന്നും വിചാരിക്കണത് പോലെയല്ല. നല്ല അണ്ടി, ചെറിയ അണ്ടി, പേട്ടണ്ടി, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരം മെഷീൻസ് ഉണ്ട്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇടത്തരം ആയിക്കോട്ടെ എല്ലാം വേർതിരിക്കാനും എല്ലാം കഴിവുള്ള കിടില മെഷീൻസ്. തായ്ലൻഡിലാണെങ്കിൽ ഇതിന്റെ ബഹളം എന്ത് പറയാ, എവിടോട്ട് തിരിഞ്ഞാലും മെഷീൻസ്. അല്ല ഞാൻ പറയണ കേൾക്കോ, ഈ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ ഈ മെഷീൻസിന്റെ പല വെറൈറ്റി പല ഇടത്തിലുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടിയത് കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ സമയം തായ്ലൻഡിൽ സ്പെൻഡ് ചെയ്യേണ്ട വന്നു. ഞാൻ തായ്ലൻഡിൽ ഇരുന്ന് പല ആൾക്കാരെ കണ്ട് പലതരം മെഷീൻസ് നേരിട്ട് കണ്ട് ട്രൈൻ ചെയ്ത് എല്ലാ മെഷീൻസും ടെസ്റ്റ് അടിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ഫൈനൽ മെഷീനിലേക്ക് ഫൈനലൈസ് ചെയ്തത്. മനസ്സിലായ? അപ്പോഴത്തേക്കിന് ഒരു 1.5 മാസം സമയം എടുത്ത് 1.5 മാസം സമയമെടുത്ത് തിരിച്ചു വന്നപ്പം ഇവളുടെ സ്വഭാവത്തിലും ഇവളുടെ സംസാര ശൈലിയിലും ഇവളുടെ ഇതിലെല്ലാം വല്ലാത്തൊരു മാറ്റം. അതായത് ജോക്കി അതുവരെ ഉണ്ടായിരുന്നു മാറ്റം. നിന്റെ വായിക്ക് എന്ത് പറ്റിയപ്പോ? ഒന്നും പറ്റിയില്ല ജോക്കി. ഒരുപാട് ആൾക്കാരോട് സംസാരിച്ച് ഞാൻ കുഴഞ്ഞു, അത്രേ ഉള്ളൂ. വലുതായെങ്കിൽ വേറെ വിചാരിക്കുന്ന ആൾക്കാർ, അതുകൊണ്ടാ. അപ്പം ജോക്കി തിരിച്ചിവിടെ വന്നപ്പോ ഇവളുടെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റം. ജോക്കി എന്നോട് സംസാരിക്കുന്നില്ല, എന്നോട് അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യില്ല. നേരത്തെ ഉണ്ടല്ലോ, ഞാൻ സിറ്റിയിലുണ്ടെങ്കിൽ നേരെ വരുമായിരുന്നു, പെട്ടെന്ന് വരും, എന്നെ വിളിക്കും, സംസാരിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണില്ല, ഒരു ഗ്യാപ്പൊക്കെ. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പം പന്നിത്തോട്ടമുള്ള ഏതോ ഒരു പുണ്ടച്ചി ഈ ഇവളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു.
അവനെയൊക്കെ വെച്ച് എന്നെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നു. അവന് പന്നിത്തോട്ടം ഉണ്ട്, അവൻ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു, അവിടെ പോയാ മതി ഇവിടെ പോയാ മതി എന്നുള്ള കമ്പാരിസൺ ഒക്കെ ജോക്കി. അതിനുശേഷം എന്നെ വിളിക്കുന്നത് ഭയങ്കര കുറവാണ്. ജോക്കിയോട് നിങ്ങളോട് ഞാൻ ആദ്യം ഒരു കാര്യം എടുത്തു പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജോയിന്റ് അക്കൗണ്ട് എന്ന്. രണ്ടുപേരുടെ ഒപ്പ് വേണം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊക്കെ കേട്ടാ. പക്ഷെ ഞാനിത് അന്വേഷിച്ച് വന്നപ്പം ഞാൻ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ജോക്കി, അത് ജോയിന്റ് അക്കൗണ്ട് അല്ല, അത് സിംഗിൾ അക്കൗണ്ട് ആണ്. എലിയുടെ പേരിൽ മാത്രം. എലിയുടെ പേരിൽ മാത്രം. ഇത് ചതിയാണ്, അത് ചതിയാണ്. സംസാരിക്കല്ലേ ആരോട് അവളോട് സംസാരിക്കില്ല, ആരോട് ചോദിക്കാൻ പോലെ പ്ലീസ്. ഞാനുണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ഗാങ്ങിലെ പുതിയ ആളാണോ? ഞാൻ കുറച്ച് ആയി വന്നത്. അപ്പൊ ദയവേത് ഇത് പോയി നിങ്ങൾ ആരും അവരോട് ചോദിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ എന്റെ റിലേഷൻഷിപ്പിലെ ടോപ്പ് സീക്രട്ട് ആണ്. അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് ദയവേത് പോയി പറയരുത്. ചെറുക്കനെ കാലം സ്പ്രിങ് വല്ലതും ഉണ്ടോ ഇങ്ങനെ ചാടി കളിക്കുന്നു? ഞാനും പറയാൻ ചാടുന്നു ഒരാളൊരു അവന്റെ തുള്ളൽ എന്നിട്ട് ഇപ്പൊ എന്തോ അവസ്ഥ? എന്നിട്ട് ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ച് ജോക്കി. ഈ ബാങ്ക് അക്കൗണ്ട് ബാക്കി കാര്യങ്ങള് എല്ലാം ഞാൻ കണ്ടുപിടിച്ച്. അതിനുശേഷം ഇവളെ യാതൊരു എന്റെ അടുത്ത് ഒരു കോണ്ടാക്ട് ഇല്ല, എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നില്ല, ഒന്നുമില്ല ജോക്കി, ഒന്നുമില്ല. ഫുൾ അവോയ്ഡിങ് എന്ന് പറഞ്ഞാൽ ഫുൾ അവോയ്ഡിങ് ജോക്കി. ജോയിന്റ് അക്കൗണ്ടിൽ എങ്ങനെ പോയാലും ഞാൻ ഈ പോക്കറ്റ് മണി ആയിട്ട് കൊടുത്ത ഗ്യാങ് ഫണ്ട് ഒരു 1000 കോടി ഉണ്ടാവും ജോക്കി. പോക്കറ്റ് മണിയാ? അന്ന് എത്ര പൂജ്യം ഉണ്ടായിരിക്കും? പോക്കറ്റ് മണി ആയിട്ട് കൊടുത്തതാ. പോക്കറ്റ് മണി ആയിട്ട് 1000 കോടിയാ സെൻഡ് ചെയ്ത് കൊടുത്തു ഫോണിക്കൂടെ. മറ്റേ വായി കൊടുക്കുന്ന കണക്ക്, അല്ലെ ഭാര്യ കൊടുക്കുന്ന കണക്ക്. എന്നിട്ട് ജോക്കി ഇവൾ ആ പൈസ വെച്ചാണ് സ്കൂള് പണിതത്. ചതിയല്ലേ അത്? അത് ചതിയാണ്. എന്നിട്ട് പറഞ്ഞത് പോലുമില്ല അല്ലേ? വഞ്ചന കുറ്റമാണത്. തട്ടിക്കൊണ്ട് പോയാലോ? എന്നോടൊന്നും പറഞ്ഞ പോലും ഇല്ല ജോക്കി. എന്റെ ഒരു ഫോട്ടോ വെച്ചില്ല ജോക്കി. സുമതി അമ്മായിയുടെ വരെ ഫോട്ടോ വെച്ചതിനാ. കഴിവുകെട്ട തള്ളയുടെ ഫോട്ടോ ഉണ്ടോ? ഇല്ല, നമ്മളിപ്പോ ഭയങ്കര നല്ല ബന്ധത്തിലാണ്. ബന്ധം മാറിയെന്നും പറഞ്ഞിട്ട് മാമനെ കറി അച്ഛന്ന് വിളിക്കാൻ പറ്റൂ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മാമനെന്ന് വിളിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ സ്കൂൾ ഞാൻ പൂട്ടിക്കും. ആ സ്കൂള് പൂട്ടിക്കണം. ഞാൻ ഉദ്ഘാടിക്കുന്നില്ല കേട്ടോ. ആ സ്കൂള് പൂട്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ തണ്ണന്റെ കൂടെ ജോക്കി ഉദ്ഘാടനം ചെയ്യണം. ചന്ദ്രന് ഞാനോട് ബാക്കി ഏറ്റ് ജോക്കിയെ സേഫ് ആക്കുന്ന കാര്യം ഞങ്ങൾ പൂട്ടിക്കും. ജോക്കി അത് ഉദ്ഘാടനം ചെയ്യണം. പ്രോപ്പർ റിവെഞ്ച്. ചെയ്യാതിരിക്കരുത്. ആ സ്കൂള് പൂട്ടിക്കണം. പക്ഷെ അപ്പൊ എല്ലാരും പറയും സിറ്റിയില് വേറെ സ്കൂളില്ല, അത് മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് പിത്തൽജി മെമ്മോറിയൽ സ്കൂള് തുടങ്ങിയതിന് ശേഷം പിത്തൽജി മരിച്ചാ? ഓ അത് പറയാൻ മറന്നുപോയല്ലേ. നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യരാ. എത്ര പൈസയാണോ അവന്റെ ഇരിക്കുന്നേ? ഇല്ല, ഒരു പാവം പിടിച്ച മനുഷ്യനായിരുന്നു. അല്ല എങ്ങനെ മരിച്ചേ? അത് വലിയ കഥയാ ജോക്കി. അത് നമ്മളിവിടെ നമ്മൾ കുറച്ചുപേര് ഇനാക്റ്റീവ് ആയിട്ടിരുന്ന സമയത്ത് ജോക്കി ഇവിടുത്തെ ഒരു ഗ്യാങ്ങിന്റെ കുഞ്ഞമ്മയ്ക്ക് വിളിച്ച് അവരെല്ലാം കൂടെ വന്ന് പുള്ളിയെ നേരെ അങ്ങ് കൊണ്ടുപോയി. അല്ല അങ്ങനല്ല, അല്ല അങ്ങനല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിത്തളിന്റെ കുഞ്ഞമ്മ ആരോ വിളിച്ച് അസോൾട്ട് ചെയ്താരോ. അപ്പൊ അറിയാലോ പിത്തൽജി കുഞ്ഞമ്മ അസാസിനായിട്ടാണല്ലോ. അവനെ തപ്പി ഫ്ലൈറ്റ് എടുത്ത് ഇവിടുന്ന് രാവിലെ 7-7:30 ആയപ്പോഴത്തേക്ക് പോയെന്നാണ് നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞത്. പയ്യെ തിരിച്ചു വന്നില്ല.
ഇല്ല അത് ആക്സിഡന്റ് ആയി. ആ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി. താടിയിലെ രോമോ കക്ഷത്തിലെ രോമോ എന്തെങ്കിലും കിട്ടിയോ മറ്റേ ഒഴുക്കാനായിട്ട്? ഒഴുക്കാനായിട്ട് പിത്തൽജിയുടെ തോളത്തിരുന്ന ആ പൂച്ച പറയനെ മാത്രമാണ് കിട്ടിയത്. സത്യം പറയാലോ ജോക്കി, പൂച്ച വരെ തോളിന്റെ ഒരു എല്ലും ഒരു പൂച്ചയും അഴിവിയാണ് ലാസ്റ്റ് കിട്ടിയത്. ഞാൻ പൂച്ചയാണ് ചിതാഭസ്മായിട്ട്, എന്നിട്ട് പിത്തൽജിയുടെ വീട്ടില് പൂച്ചയുടെ സാധനമാണ് ഞാൻ ചിതാഭസ്മായിട്ട് എത്തിച്ചത്. ചിത വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്. ഇതിന് വേണ്ടിട്ടേ സത്യം പറഞ്ഞാൽ നമുക്കൊരു മെമ്മോറിയൽ സ്കൂൾ തുടങ്ങണം കേട്ടോ പിത്തൽജിയുടെ പേരില്. സത്യം പറഞ്ഞ പിത്തൽജിക്ക് 2-3 കുഴി അധികം നമ്മള് കുഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് സൈസ് നോക്കിട്ടെ ആളുടെ നമുക്ക് അറിഞ്ഞൂടല്ലോ കറക്റ്റ് ആയിട്ട്. അന്നു തെറ്റിദ്ധരിക്കല്ലേ വേറെ രീതിയിലും. ഞാൻ തന്നെ തെറ്റിദ്ധരിക്കണം? അല്ലല്ല അതാണ് പറഞ്ഞല്ലോ നമ്മള് 2-3 കുഴി ഇങ്ങനെ. ആരാടാ ചെറുക്കന്റെ തലയിൽ കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോയേ? എനിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. നമ്മുടെ ചന്ദ്രൻ ചത്തടാ. ജീവിച്ചപ്പോഴത്തേക്കും ഇൻസ്റ്റന്റ് മരണവും ജീവനും ഒക്കെയാണോ? പാസുവിനെ കൊണ്ടുപോയാരോ? പോയി നോക്കണം. ഇതൊക്കെ അറിഞ്ഞോണ്ട് ചെയ്യണോ ജോക്കി? ഇതൊക്കെ അറിഞ്ഞോണ്ട് ചെയ്യണോ? അണ്ണ ആരാ? എന്താ അണ്ണ കൊന്ന അവനെ? ഇല്ല വണ്ടി എടുത്ത് പോയോ? അപ്പൊ വരുമായിരിക്കും. ഇനി അണ്ണൻ പറഞ്ഞ ബാക്കി വന്ന എന്താ നമ്മുടെ തോക്ക് ഉണ്ടല്ലേ ഇരിക്കുന്നേ? നിനക്കൊക്കെ വെടിവെക്കാൻ അറിഞ്ഞൂടെ? വെച്ചൂടെ? എന്തിനാണ് പേടിക്കുന്നേ? അത്രേ ഉള്ളൂ. അതല്ല എടുത്ത് വെച്ചേക്കണേ. ചന്ദ്രൻ ഇത്ര പെട്ടെന്ന് എണ്ണിക്കുമെന്ന് വിചാരിച്ചില്ല. അവര് ഇവിടെ ഇങ്ങനെയാണോ ഇൻസ്റ്റന്റ് മരണവും ജീവനും ഒക്കെയാണ്? അല്ല അത് വണ്ടി ഇടിച്ച് ഇതായി കഴിഞ്ഞാൽ നമ്മള് ഇതാവും. ആണല്ലേ? പിന്നെ അപ്പൊ ഇതാണ് ജോക്കി ഇപ്പൊ ഉള്ള കഥ. എനിക്ക് പിത്തൽജി അങ്ങനെ പോയി. പിത്തൽജി മരിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ മരണം അതാണ്. ആദ്യത്തെ മരണം ടിവിയില്. നമ്മുടെ ഗ്യാങ്ങിൽ ആദ്യമായിട്ട് മരിച്ചൊരു വ്യക്തി പിത്തൽജിയാണ്. അതാണ് അവന്. അപ്പൊ ആ മെമ്മോറിയലായിട്ട് തന്നെ നമുക്ക് വെക്കണം. നമുക്ക് സ്കൂളിൽ അങ്ങനെ തന്നെ വെക്കണം. കരയിപ്പിക്കല്ലടാ. മൂഞ്ചി ഓർമ്മകളാണെങ്കിലും നല്ലൊരു മൈരനായിരുന്നു അവൻ. സത്യം പോയില്ലേ? നീ 7 ദിവസം കിട്ടുവോ ഇത് വിളിച്ചോണ്ട് ബാൻ? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു പൂച്ചയുടെ അണ്ടി പെട്ടിക്കകത്തിട്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തവരുടെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ അവസാനം എന്ത് ചെയ്യാനാ? അവരതെടുത്ത് ചടക്കിയത്. എന്തായാലും അവന്റെ അണ്ടിയെക്കാട്ടിലും വലുതായിരിക്കും പൂച്ചയുടെ അണ്ടി. അതുകൊണ്ട് സമാധാനിക്കും. കരയാതെ മെമ്മോറിയൽ സ്കൂള് പണിതില്ലെങ്കിൽ പിന്നെ ഇനി നമ്മുടെ കുഞ്ഞമ്മയ്ക്ക് വിളിച്ച് ആര് ചോദിക്കാൻ പോകും? ഇനി മെമ്മോറിയൽ പിന്നെ ഞാൻ ചോദിക്കാൻ പോകും. അതൊക്കെ ഒരു കാലോടെ. ഇനി അതെല്ലാം ഓർമ്മകൾ മാത്രം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുറെ അടി വാങ്ങി തന്നിട്ടുള്ള മനുഷ്യനാണ്. അന്നു അടി വാങ്ങി. അണ്ണൂന് ചെവിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇതൊന്ന് ക്ലീൻ ആക്കണം കേട്ടാ. കൊറേ നാട് ചിലപ്പോ അതായിരിക്കും. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ആൾക്കാരെയൊക്കെ പരിചയപ്പെടണ്ടേ? കേവിയുടെ ഗ്യാങ്സിലോട്ടൊന്ന് പോയാലോ? എന്നാ പണ്ടത്തെ പോലെ കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആരും ഇല്ല. അവിടെ ആരും ഇല്ല. ഇപ്പൊ അവിടെ ആരും ഇല്ല. പുതിയ നമുക്ക് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ശത്രുക്കൾ ഇപ്പൊ മിത്രങ്ങളായ? എല്ലാം മിത്രങ്ങൾ. അണ്ണ എല്ലാം നമ്മളെല്ലാം മിത്രങ്ങളാണെന്ന് പറഞ്ഞങ്ങോട്ട് സംസാരിച്ചാൽ മതി. ഒരു സീനും ഇല്ല. ഈ റിംഗ് ലൈറ്റ് കത്തിച്ച ഡ്രസ്സൊക്കെ കണ്ടവന്മാര് പിടിച്ചോണ്ട് പോകും. സിനിമയിലൊക്കെ നേരെ വന്നിട്ട് ചോദിക്കും നീ എന്താ മിന്നാ മിന്നിന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കും. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ സംസാരം അണ്ണ അങ്ങനെ വിളിക്കും. അതാണ് പറഞ്ഞത്. പോടാന്നൊന്നും വിളിച്ച് സംസാരിക്കൂല ജോക്കി. എല്ലാത്തിലും ഒരു മിനിറ്റ്, ഞാൻ മുമ്പേ കരഞ്ഞ എന്റെ കണ്ണീരിപ്പോഴും. സ്നേഹമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മില്. അല്ല കരഞ്ഞു തീർക്കേണ്ടത് കരഞ്ഞു. കൂടെ ഒരാളില്ലാത്തതിന്റെ മനസ്സിൽ ഇവനെന്തോടാ ഭയങ്കര മറ്റേ ഡ്രസ് അലർജിയാണോ നിനക്ക്? അല്ലല്ല ഞാൻ പണിയെടുക്കാൻ നേരത്തെ ഡ്രസ് അങ്ങനെ ഇടാറില്ല. പണിയെടുക്കാൻ പോയിട്ട് വന്ന വഴിയായിരുന്നല്ലോ. സീരിയസ് അല്ലല്ലോ. സംസാരിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇല്ല
തീർന്നു ജോക്കി. അത്രയ്ക്ക് നല്ല ബോണ്ടിങ് ആയിരുന്നു ഇവര് തമ്മില്. ഭയങ്കര കാര്യമായിരുന്നു. ഒരു ദിവസം വന്നില്ലെങ്കിൽ കൂടി നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മളെല്ലാം പറഞ്ഞാലും പിത്തൽജി ഒന്നും പറയാറില്ല. ഇതൊക്കെയാണ് ജോക്കി കറന്റ്ലി ഇപ്പൊ സിറ്റിയിലത്തെ കാര്യങ്ങളും. ബാക്കി ഇതൊക്കെ ഞാൻ അറ്റ്ലീസ്റ്റ് ഇവിടെ സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ സിനിമ വരുമ്പോഴെങ്കിലും അതൊക്കെ കാണുന്നുണ്ടെന്നാ വിചാരിച്ച ജോക്കി. പിത്തൽജിയുടെ കാര്യം അറിഞ്ഞില്ല കേട്ടോ, അറിഞ്ഞില്ല. ഒരാളൂടെ ഉണ്ട് മെന്നി, കണ്ടായിരുന്നു. അത് കാലഹരണപ്പെട്ടു പോയൊരു ജീവനാണെന്ന് ഞാൻ ഇല്ല വരുമെന്നാ കേട്ടത്. വരും ഇല്ല ആള് ബൈ ദ വേ അതോട് പറയാൻ മറന്നു കഴിഞ്ഞാൽ ഒരു ഒരു വിഷമം ഒരു സാഡ് ന്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടാവുമല്ലോ അണ്ണു. ഉറപ്പായിട്ടും. നമ്മുടെ മെന്നി ഇല്ലേ, നമ്മുടെ മെന്നി തിരിച്ചു വന്നു. ഇത്രയും നാള് കമാറിന്റെ പിടിയിലായിരുന്ന ആള്. ഇത് ആക്ച്വലി നീ സാഡ് ലിസ്റ്റിലല്ലേ ഇട്ടേക്കുന്നത്? ഈ ബെന്നി തിരിച്ചു വരാന്നുള്ള കാര്യം സാഡ് ന്യൂസിന്റെ ലിസ്റ്റിലല്ലേ ഇട്ടിരിക്കണേ? ഇല്ല, ഹാപ്പി ന്യൂസിന്റെ ഇതില്ല. അല്ലല്ല, എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയത്. അല്ല, ഇത്ര നാളെ അതായത് മെന്നിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, പേരെന്തായിരുന്നു? റീനയാ? മറ്റേ EMS അല്ലേ? ഒരു EMS. അപ്പോ അവക്ക് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കല്യാണം ആയിരുന്നേ, ഒരു കമാരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളായിട്ട്. അപ്പൊ ഇത് ചോദിക്കാൻ പോയതാണ് നമ്മുടെ മെന്നി. അപ്പൊ തന്നെ അവന്മാര് പിടിച്ച് കെട്ടിയിട്ട് അവിടെ. അപ്പൊ എനിക്ക് മനസ്സിലാകാത്തത് പിത്തൽജി എങ്ങനെ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു ഇപ്പഴാ ദുഃഖത്തിൽ. അതിനേക്കാൾ വലിയ കഥയാണിത്. ജോക്കി ആദ്യമൊക്കെ കമാരൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ട് ഇവിടെ. അവനാണെങ്കിൽ അവന്റെ പേര് സ്വന്തമായിട്ട് എഴുതാനോ പറയാനോ പോലും അറിയത്തില്ല. ഇപ്പോഴും ഉണ്ടോ? മെന്നിയുടെ പെണ്ണിനെയും കൊണ്ടാണ് ലാസ്റ്റ് പോയത്. അന്ന് പോയതാ മെന്നി ഈ സിറ്റി വിട്ട്. അത് ചോദിക്കാൻ പോയത് ആളാണ്. ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ വിഷയങ്ങളൊക്കെ ആയി. മെന്നി അപ്പൊ തന്നെ ഇതാക്കി, ബന്ധനസ്ഥനാക്കി അവിടെ കെട്ടിയിട്ട് വായി കൊടുത്ത് എന്നൊക്കെയാണ് പറഞ്ഞു കേൾവിയല്ലേ നമുക്ക്. കേട്ട കേൾവി പറയണ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുള്ളൂ. ഇനി നല്ല ന്യൂസ് എന്താന്ന് വെച്ചാൽ, നല്ല ന്യൂസ് എന്താണ്? നല്ല ന്യൂസ് എന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നല്ലതെന്ന് പറയാനൊന്നും ഇല്ല. ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാം മോശമാണ് സംഭവിച്ചത്. നല്ലതെന്ന് പറയാനൊന്നും ഇല്ല. പക്ഷേ നാളെ സംഭവിക്കുന്നത് നല്ലതായിരിക്കും ജോക്കി. നല്ലത് സംഭവിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളൊക്കെ തിരിച്ചു വന്നത്. അതിന്റെ തുടക്കാണല്ലോ എണ്ണുമൊക്കെ വന്നത്. അതെ, മുച്ചോടെ നല്ല രീതിയില് എങ്ങനെ പറയണത്, എത്ര ഗ്യാങ്സ് കാണാനുള്ളത്. നല്ലൊരു നാളെ കാത്തിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കാണാതായി. സോറി സാർക്ക് പാസ്പോർട്ട് അങ്ങനെ ഒരു കവിതയുണ്ട് പഴയ. അതൊരു പണ്ടത്തെ കവിതയാണ്. ഇവനെ സത്യം പറഞ്ഞാ നമ്മൾ എന്താണ് തുടങ്ങിയത്, എങ്ങനെയാണ് വന്നതെന്നൊന്നും ഈ ചെറുക്കൻ അറിഞ്ഞൂടാ. ഈ ചന്ദ്രനെ ഈ പേക്കാണ്ടി മോറനും പിന്നെ മറ്റേ ബാബുവിനെയും ഇവനെയും വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതെ, എന്നാ നമുക്കെല്ലാം ശരിയാക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി വാസണ്ണ. എന്താണ്? അതായത് സന്തോഷാർത്ഥല്ല, ഈ മെന്നീനെ രക്ഷിക്കാനായിട്ട് ഒരാള് പോയായിരുന്നു നമ്മുടെ ഇവിടുന്ന്. നമ്മുടെ വാറ്റ് പോകൂല്ലേ, ഇവിടുന്ന് ഒരു ന്യൂസ് അറിഞ്ഞിട്ട് രാഖി രാമായണം ആള് ഒരു കയറും കപ്പിയൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ സംഭവം മെന്നി അവിടെ നിന്ന് അഴിച്ചു വിട്ടപ്പോഴത്തേക്ക് ആളവിടെ പിടിച്ചിരുത്തിയൊക്കെയാണ്. ഇപ്പൊ ഞങ്ങള് പല രീതിയിലും പല ആൾക്കാരെ വെച്ച് ട്രൈ ചെയ്ത് നോക്കി ജോക്കി. ഗോകുനെ ഒന്ന് തിരിച്ചെത്തിക്കാൻ ഒരു വിധത്തിലും ഒരിക്കലും പറ്റത്തില്ലെന്നല്ല, സമ്മതിക്കുന്നില്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. ഇനി അത് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടുന്ന് ഞാൻ 1000 വട്ടം ഞാൻ അവനോട് പറഞ്ഞത് ആൾക്കാർ വന്നതിന് ശേഷം പോവാന്ന്. ഇവിടുന്ന് ഒരു കഴക്കോലും സിമെന്റിന്റെ മറ്റേ അടിക്കണം പെത്തി മറ്റേ പലക എല്ലാം എടുത്തിട്ട് ഒരു ഫ്ലൈറ്റ് പിടിച്ച് നേരെ അങ്ങോട്ട് പോയി. ഒരു വിവരവും ഇല്ല. ഇവിടെ ലോകത്തിന്റെ ഏത് കോണിലാണെന്ന് പോലും ഒരു വിവരമില്ല. സത്യം പറയണത് രക്ഷിക്കാൻ പോയതാ.
ഞാൻ ഇപ്പൊ എന്റെ പരിപാടി എന്താ പറയാ ജോക്കി? കണ്ടു കിട്ടാനായിട്ട് ഒരു പൂച്ചയോ ഇല്ല ജോക്കി, ഞാൻ പറഞ്ഞ കേക്ക് ജോക്കി. ജോക്കി പറഞ്ഞ കേക്ക് ജോക്കി. ഞാൻ പറഞ്ഞ കാര്യം കേക്ക്. ഇപ്പൊ എന്റെ സ്ഥിര പരിപാടി എന്തോന്ന് അറിയാവോ? ഈ സിറ്റിയിൽ എവിടുന്ന് ബോഡി കിട്ടിയാലും അവന്റെ ഒരു നെയിൽ കട്ടറിൽ നിന്ന് കിട്ടിയ കുറച്ച് നാക്കവും കുറച്ച് ടവലിൽ നിന്ന് കിട്ടിയ കുറച്ച് മുടിയും മാത്രമാണ് എന്റെ ബാക്കിയുള്ളത്. ഇപ്പൊ ഈ സിറ്റിയില് എവിടെ ക്രൈം സീൻ നടന്നാലും ഞാൻ ഇപ്പൊ അനാഥ ബോഡി കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് അവരുടെ കയ്യിൽ ഇവന്റെ നഖവും മുടിയും കൊടുക്കണം. കാരണം അതേയുള്ള എന്റെ ഏക പ്രതീക്ഷ. അവനെ എനിക്ക് ജീവനോട് ഇനി കിട്ടൂല. അവന്റെ ബോഡി എന്ന് വരും എന്ന് പറഞ്ഞ് കണ്ണും നട്ടിരിക്കുകയാണ്. കിട്ടില്ല ഇനി അടുത്തെങ്ങും ആള് വരാൻ ചാൻസ് ഇല്ല. അറിഞ്ഞത് ഈ കമാരൻ എന്ന് പറയുന്നത് ഒരു വലിയ അധോലോകമായി പണ്ടിവിടെ ഒരു കൊച്ചു പയ്യനായിരുന്നു. പക്ഷെ ഇപ്പം ചെറുക്കനൊരു ചെറിയൊരു അധോലോകം ബിൽഡ് ചെയ്ത് ഇവിടെ അല്ല വേറൊരു സിറ്റിയിൽ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കത് എവിടെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതുവരെ. പിന്നെ ഗോകു ആണെങ്കിൽ അവന് ഫുൾ നല്ല ഐക്യം ഉള്ളതുകൊണ്ട് ഫോണൊന്നും എടുത്തില്ല. മറ്റേ ഇടയ്ക്ക് ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് മനസ്സിലായില്ലേ ഇതാക്കി മറ്റേ ഡിസ്റ്റർബ് ആകുമെന്ന് പറഞ്ഞിട്ട് ഫോൺ ഇവിടേക്ക് വെച്ചിട്ടാണ് പോയത്. എല്ലാവരും പ്രതീക്ഷ മാത്രം ജോക്കി. ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നാളെ നമുക്ക് ഗോകു മെമ്മോറിയൽ ഒരു പകരം എന്തായാലും പിത്തൽ മെമ്മോറിയൽ ഹൈസ്കൂൾ എന്തായാലും വേണം. പിത്തൾ മരിച്ചുപോയി. പോസ്റ്റ്മോർട്ടത്തിന് ബോഡി എത്തിച്ചത് ഞാനാണ്. എനിക്കറിയാം, കൺഫേം ആണത്. ഇനി ആ പേരിലാരും വന്നാലും ഞങ്ങൾ വിശ്വസിക്കില്ല. അത് കൺഫേം ചെയ്തു നിങ്ങള്. അതുപോലെയാണ് ഇവന്റെ കാര്യം. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കണ്ണു നട്ടിരിക്കണം ഞാൻ ഇവിടെ. അതെ, നാളെ നമുക്ക് ഗ്യാങ്ങിനെ മൊത്തത്തിൽ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഗ്യാങ്. അല്ല, 5 പേരല്ലല്ലോ നമ്മുടെ ഗ്യാങ്ങിനുള്ളത്, കുറെ അധികം പേരില്ല. വരാനുള്ളവരൊക്കെ വരും നാളെ. വരും. അപ്പൊ നാളെ നമ്മള് ഒന്ന് സംഗമിക്കാം. നമുക്ക് ഗ്യാങ് ഹൗസിലൊന്ന് സംഗമിക്കാം. സംഗമിക്കണം. ഇപ്പൊ കറന്റ്ലി ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തൊട്ട് എല്ലാരെയും വിളിച്ച് അണ്ണു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞങ്ങനെ അന്ന് മുഴുവിപ്പിക്കാതെ ഇങ്ങനെ അടുത്തത് മറ്റേ ഇതിൽ കൊണ്ട് വലിഞ്ഞു കയറില്ലേ ഇങ്ങനെ സബ്ജക്റ്റിലോട്ട്. ഭരിക്കണ്ട കാര്യം പറഞ്ഞു. അതിനാണ് നാളെ നമുക്ക് എല്ലാരെയും വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയണമെന്ന്. ഇതല്ലേ ഞാൻ 1 മിനിറ്റ് മുന്നേ മലയാളത്തിൽ തന്നെയല്ലേ ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ കൂടി അതൊരു അഭിപ്രായമായിട്ട് പറഞ്ഞത് എങ്ങനെയാ. ഇതാണ് ഈ ഗ്യാങ് വളരാത്ത ഇത്രയും നാളായിട്ട്. ഈ ഗ്യാങ് വളർന്നില്ലെന്ന് ജോക്കി മാത്രമേ പറയല്ല എന്റെ അടുത്ത് കേട്ടാ. ഈ ഗ്യാങ് വളർന്നില്ലെന്ന് ജോക്കി പറയല്ലേ ജോക്കി. ഈ അര ട്രൗസർ ഇട്ട് ഇവിടെ വണ്ടിക്കകത്ത് ചാരി നാട്ടുകാരുടെ മൊത്തം തല്ലും കൊണ്ട് നിന്ന് ഇത് വണ്ടി ചാരി നിന്ന പണ്ടത്തെ TV അല്ല ഇത്. ജോക്കി പോയ തിരിച്ചു വന്നപ്പോഴത്തേക്കിനെ ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യമാണിത്. നാളെ ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഡ്രസ് മാറണം കേട്ടോ. പഴയ കോട്ടും പിന്നെ മറ്റേ എല്ലാം ഉണ്ട് ജോക്കി. പ്രതാപമൊക്കെ അവിടെ തന്നെ ഉണ്ട്. നാളത്തേക്ക് ഇടണോ? അത് ഞാൻ വരുമ്പോ നാളത്തേക്ക് ജോക്കിക്ക് തിരിച്ചു വരുമ്പോ ഒരു പുതിയ സ്റ്റാർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പണ്ടത്തെ ഉടുപ്പ് നാളെ തൊട്ട് നമ്മൾ ആ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങുന്നു. അന്ന് ജോക്കി കാണിച്ച വഴിയിൽ ഞാൻ നടന്നു എന്നുള്ളത് ശരിയാ. ബാക്കി നടന്ന് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് ജോക്കി കണ്ടില്ലല്ലോ. നാളെ കാണിച്ചു തരണം കേട്ടോ. നാളെ തൊട്ട് ഞാൻ കാണിച്ചു തരാം ജോക്കിക്ക്. അത് എന്താണ് ഈ പിത്തലിന്റെ കാര്യം ഇതൊരു വിട്ടില്ലേ? കണ്ടിട്ട് പോലും ഇല്ലല്ലോടാ. നീ എന്നാ വന്നേ? നീ മെനഞ്ഞാന്നല്ലേ വന്നേ? പിത്തൽജിയുടെ ബോധിക്കാൻ കരയാനിരിക്കുന്നു. പിത്തൽജി എങ്ങനെ ഇരിക്കുന്ന ഇതെന്താണ്? മിനിറ്റിന് ഓരോ ബർഗർ കഴിക്കുന്നുണ്ട്. പിന്നെ യു ആർ ഹംഗ്രി എന്ന് പറയുന്നത് ഒരു പഴം കഞ്ഞി ജോക്കി. പഴങ്കഞ്ഞി കുടിച്ചാൽ വെള്ളം സെറ്റാണ്. അത് സെറ്റാണ്. നിനക്ക് ഞാൻ അങ്ങനെ പറഞ്ഞത് വിഷമമായോ? ആയോ ഇല്ലയോ പണ്ടൊക്കെ മുട്ട വായി വെച്ചൊക്കെ നിക്കാതെ വിഷമം വരാനാ? അങ്ങനൊക്കെ പറയുമ്പോ വിഷമം വരുന്ന വേണ്ട. വേണ്ട ഇല്ല. അങ്ങനെ വേണം പറയാൻ എന്നോട്. ഇല്ല, വിഷമമില്ല.
നീ മുമ്പ് എടാ എന്താണ് നിന്റെ ഭയങ്കര ആള് വൈക്ലബ്ബിയാ. ചത്താ? ഇല്ല 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 എന്താ ഇങ്ങനെ ഇരിക്കുന്നത് കുറെ നേരമായിട്ട്? ഇല്ലടാ ഒരു വൈക്ലബ്യം പോലെ ഉണ്ട് നിനക്ക്. സത്യം. ഇല്ല ഇല്ല ഇല്ല, ഇല്ല എനിക്കെന്ത് വൈക്ലബ്, എനിക്കൊരു കുഴപ്പമില്ല. നോക്കിയാടാ നീ എന്ത് നീ ഓക്കേടാ? ആ വാസു ഇങ്ങോട്ടൊന്ന് വന്നേ, വാസു ഇങ്ങോട്ടൊന്ന് വന്നേ. ഓക്കേടാ എന്തിനൊക്കെയാണ് നീ വെള്ളമാണാ നീ? നിനക്ക് എന്ത് പറ്റി? നീ ഇങ്ങനെ അല്ലല്ലോ. ഇവൻ നീ അല്ലെങ്കിൽ ശരി ഒരു കാര്യം, നീ വെള്ളം എടുത്തിടുന്നില്ല, നീ വെള്ളം അടിക്കുക അപ്പോഴേക്കും സംസാരിക്കും. എന്തിനാ എടാ ജോക്കി ഞാൻ സ്ഥാനം ഇത്തൽജിയുടെ ഒരു കാര്യം പറയാൻ പോയത്. ആ വിട്ടില്ല? ഐഡി എന്ന് പറയോ? ഐഡി എന്ന് പറയോ? ഐഡി എങ്ങനെ നോക്കാ? റൈറ്റ് സൈഡില് ഐഡി. എനിക്കില്ല ഐഡി. എടാ 582 B3095. നമ്മള് മാറി ഇതിന്റെ കൊടുക്കണേ കൊടുത്തോ? അണ്ണാ അവന്റെ ക്യാപ്പിയുടെ ഞങ്ങൾ പോകുന്നുണ്ടോ? നിങ്ങൾ പോയിട്ടോ. ഞാൻ ഇതെല്ലാം ഒന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ്. അങ്ങോട്ട് പോകുന്നില്ല ഇനിയിപ്പോ. എങ്ങോട്ടും പോകുന്നില്ല. എവിടെ പോവാൻ? നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വല്ലതും ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും എക്സൈറ്റിംഗ് തിങ്സ്? അന്നെന്താ ഗുഹയുണ്ട്, ഗുഹയിലോട്ടാണ് പോവാ. അന്നെ എക്സൈറ്റിംഗ് തിങ്സ് ഞാൻ ഇപ്പൊ തരാം. ബ്രോ തരാനല്ല, കാണാനായിട്ട് വല്ലതും ഉണ്ടോന്ന്. കാണാൻ വേണ്ടി ഞാൻ ഒരെണ്ണം ഒരു കൊടുത്തതാ, ദിവസം അതാ കൊണ്ടൊന്ന് നീ പണ്ടത്തെ പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. കുറെ എക്സ്പ്ലോർ ഉണ്ട്. ഒന്നും ചെയ്യണ്ട. ഇത്രയും നാളായിട്ട് സിറ്റിയിൽ നിൽക്കല്ലേ. അപ്പൊ എന്തേലും പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടോ? ഉണ്ട്, ഡ്രോൺ ഉണ്ട്. ഡ്രോണോ? ഡ്രോണാ? ചന്ദ്ര ജോഗി, എനിക്ക് അങ്ങോട്ടൊന്ന് പോണമായിരുന്നു. ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരണമായിരുന്നു. ഒരു 15-20 മിനിറ്റ് എടുക്കും. ഞാൻ പോയിട്ട് വരാം. ഞാൻ നിങ്ങളെല്ലാരും ഞാനും പോയിട്ട് വരൂ. നാളെ മീറ്റിംഗ് വെക്കണേ. നാളെ മീറ്റിംഗ് കാണാം. അപ്പൊ ഗിരി, അപ്പൊ സാർക്ക് പുതിയ പയ്യ. പറ. അപ്പൊ നാളെ കാണാം. അപ്പൊ ചന്ദ്ര മോനെ പോയിട്ട് വരാം. ബൈ പോയിട്ടോ. എങ്ങനെ ഇത് നടക്കുന്നേ ഇനി? See you tomorrow. ഓക്കെ പോയിട്ട് വരാം. അന്ന് എങ്ങനെ ഇറങ്ങണം